ഇതിനകത്തിപ്പോൾ ഈ യുദ്ധം കാരണം ലോകത്തെ ആഗോള തലത്തിൽ തന്നെ വലിയ മാന്ദ്യമുണ്ടാകുന്നു, സാമ്പത്തിക മേഖലയിൽ വലിയ സ്തംഭനമുണ്ടാകുന്നു, വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ കാര്യങ്ങൾ പഴയപടിയാകാൻ ഹോർമുസ് തുറക്കുന്നു, ഇറാൻ തുറമുഖങ്ങളിലെ നിയന്ത്രണം അമേരിക്കയും നീക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ പഴയപടിയാകാൻ ഈ യുദ്ധം യുദ്ധം നിൽക്കുന്നതോടെ സ്വിച്ചിട്ട പോലെ കാര്യങ്ങൾ പഴയപടിയാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും പഴയതിലേക്ക് നമ്മൾ തിരിച്ചെത്താൻ ഇപ്പോൾ ഈ യുദ്ധം മൂലം ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ പഴയപടിയാകാൻ എത്ര സമയമെടുക്കുന്ന ഒരു കാര്യമാണ് സുഹൈൽ? ഒപ്പം തന്നെ ഈ യുദ്ധം എത്ര വലിയ നാശനഷ്ടങ്ങളും എത്ര വലിയ പ്രതിസന്ധിയുമാണ് ഉണ്ടാക്കിയത്? ഇഫുദ്ദീൻ, സാമ്പത്തിക രംഗത്ത് ഈ യുദ്ധമുണ്ടാക്കിയ ആഘാതം അത് പരിഹരിക്കാൻ കുറേയേറെ സമയം എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എണ്ണയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹോർമുസ് തുറക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടുള്ള പഴയതുപോലെയുള്ള എണ്ണ വ്യാപാരം, ചരക്കു നീക്കം അതിലൂടെ സാധ്യമാകും. പക്ഷേ ഏറ്റവും പ്രധാനമായി ഈ യുദ്ധത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായത് പാചകവാതകത്തിന്റെ കാര്യത്തിലായിരുന്നു. LPG, LNG പോലെയുള്ള കാര്യങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും ഖത്തറാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തുന്ന രാജ്യമെന്ന് പറയുന്നത്. പക്ഷേ ഖത്തറിലെ ഈ ഗ്യാസ് ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം, അതിൽ നിന്ന് ഖത്തർ മുക്തമാകാൻ ഇനിയും വർഷങ്ങൾ എടുത്തേക്കാം പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്കാവാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഗ്യാസിന്റെ പ്രതിസന്ധി, അതാണ് നമ്മുടെ ഹോട്ടലുകൾക്ക് ബാധിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയെ ബാധിക്കുന്നതെല്ലാം അതാണ്. അത് പരിഹരിക്കപ്പെടാൻ ഇനിയും കുറേയേറെ സമയമെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കുതിച്ചുയരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധന, അത് മുഖേനയുണ്ടായ മറ്റു സാധനങ്ങളുടെ വിലവർധന തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പെട്ടെന്നൊരു പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. കാരണം ഹോർമുസ് തുറക്കുന്നതോടുകൂടി തന്നെ അത് പൂർണ്ണമായും ആ ഒരു മാറ്റത്തിലേക്ക്, കൂടുതൽ എണ്ണ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് അടക്കം മറ്റു ഈ മേഖലകളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടാകും. ഇതിൽ ഏറ്റവും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയ ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഇറാനിലുണ്ടായിരുന്നു. പക്ഷെ ആ ലക്ഷ്യങ്ങളൊന്നും തന്നെ സാധിച്ചില്ല. പ്രധാനപ്പെട്ട ചില നേതാക്കളെ വധിക്കാൻ സാധിച്ചു. പക്ഷേ ഇറാനുമേൽ ഇസ്രായേലിനുള്ള ഇനിയും ആധിപത്യം പുലർത്താനും ഇനിയും മുന്നോട്ട് പോകാനും ഇസ്രായേലിന് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കും ഇസ്രായേൽ കാണുന്നത് എന്നുള്ളത് നിർണായകമാണ്. ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ അമേരിക്കയ്ക്ക് സംഭവിച്ചത്, അമേരിക്കയിലെ പലതരത്തിലുള്ള ബിസിനസ്സിനും പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയുധ വിപണി കൊഴുത്തു വീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിലെ എണ്ണ കമ്പനികൾ, അവർക്കും പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭരണതലത്തിൽ പലപ്പോഴും ഗൾഫ് രാഷ്ട്രങ്ങൾക്കടക്കം അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ് എന്ന് GCC രാഷ്ട്രങ്ങൾക്ക് മനസ്സിലാകുന്നു. അമേരിക്കയുടെ ഈ മേഖലയിലുള്ള താവളങ്ങളെല്ലാം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മുഴുവൻ പുനർനിർമ്മിക്കാനുള്ള ഇനിയുമേറെ സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ റഷ്യയും ചൈനയും ഈ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഈ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുക എന്നുള്ളത് കൂടി അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയായി വരുന്നു. ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ് എടുത്തു നോക്കിയാൽ തന്നെ യൂറോപ്പിന് അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അത് പറ്റില്ല എന്ന നിലപാടിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകുന്നു. യൂറോപ്പിനോട് അമേരിക്കയ്ക്കുള്ള നിലപാടും അതേപോലെ തന്നെ ആയിട്ടുണ്ട്. നാറ്റോ എന്ന് പറയുന്ന സംവിധാനം അതിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇടപെടാൻ നാറ്റോ രാജ്യങ്ങൾ ക്ഷണിച്ചപ്പോൾ ആരും തന്നെ അതിന് സന്നദ്ധമായില്ല എന്നുള്ളത് നാറ്റോയുടെ ഏറ്റവും വലിയ ഒരു ബലഹീനതയായി മാറി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്രായേലിനു വേണ്ടി കളത്തിലേക്ക് ഇറങ്ങിയ അമേരിക്കൻ ഭരണകൂടം അതിലേറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു സമയം കൂടിയായിരുന്നു കടന്നുപോയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ആ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒളിഞ്ഞ് പാളീസായി പോകും എന്നുള്ള വലിയ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോലും ഒരു ഘട്ടത്തിൽ പോലും ഇറാൻ കീഴടങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അവരുടെ IRGC എന്ന് പറയുന്ന സംവിധാനം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് പോലും അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയില്ല. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കെതിരെ അവർ ആക്രമണം തുടർന്നു എന്ന് മാത്രമല്ല, ഈ അവസാന ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും കീഴടങ്ങാൻ, മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പിലെങ്കിലും കീഴടങ്ങാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഈ 3 മാസം എന്ന് പറയുന്നത് ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായത്തെ, ഒരു പോരാട്ടത്തിന്റെ അധ്യായത്തെ കൂടി വിലയിരുത്തുന്നതാകും. കാരണം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി അമേരിക്കയും ഇസ്രായേലും കാത്തിരുന്നതായിരുന്നു
അവിടെയുള്ള ഇസ്ലാമിക ഭരണത്തിന്റെ അല്ലെങ്കിൽ ഷിയ ഭരണത്തിന്റെ ഒരു പതനം എന്ന് പറയുന്നത്. പക്ഷേ ഈ 3 മാസത്തെ വലിയ ആക്രമണം കൊണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം കൊണ്ട് പോലും ആ ഭരണത്തെ താഴെയിറക്കാൻ തൽക്കാലമെങ്കിലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു ചരിത്രമാണ്.